പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാനാഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മ ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് 5:30 വരെ അന്റോണിയൻ ഹാളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നുണ്ട്. പ്രാർത്ഥനാ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുവാനുള്ളവർ അന്റോണിയൻ ഹാളിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. ദേവാലയത്തിലും പരിസരങ്ങളിലും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും പ്രത്യേകം സ്വന്തം ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുക. സെന്റ് ആന്റണീസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാർക്കിംഗ് ഏരിയയിൽ സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധന്റെ കപ്പേലയിൽ തിരുവഴിപാട് നടത്തുന്നവര് ട്രാഫിക് കൂടുതലായതിനാൽ പരമാവധി പള്ളി കോമ്പൗണ്ടിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പള്ളിയകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 2-ാം തീയതി മാസാന്തി വെള്ളിയാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനം നയിക്കുന്നത് ഫാദർ ജോസ് കുളത്തൂർ. ഉപകാര സ്മരണകൾ: രോഗശാന്തി ലഭിച്ചതിന് 91, ജോലി ലഭിച്ചതിന് 42, വിവാഹം മംഗളകരമായി നടന്നതിന് 37, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 43, കുടുംബസമാധാനം ലഭിച്ചതിന് 46, വഴക്ക് മാറിയതിന് 34, ധനസഹായം ലഭിച്ചതിന് 65, പുരപണി പൂർത്തിയായതിന് 29, പരീക്ഷയിൽ ജയിച്ചതിന് 97, സ്വഭാവദോഷ്യം മാറിയതിന് 31, കേസിൽ ജയിച്ചതിന് 19, സുഖപ്രസവം നടന്നതിന് 24, ആദ്യമായി കുഞ്ഞിനെ ലഭിച്ചതിന് 23, മദ്യപാനം മാറിയതിന് 34, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 87, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 153. നമുക്ക് ലഭിച്ച കൃതജ്ഞതകളിൽ ചിലത്: അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസിന് 1000 നന്ദി അർപ്പിക്കുന്നു.
അന്തോണിസ് മണിവാളിന്റെ മധ്യസ്ഥതയാൽ എന്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയായിട്ടാണ് ഇത് എഴുതുന്നത്. നഴ്സിംഗ് ആയിരുന്നു എന്റെ മകൾ തിരഞ്ഞെടുത്തത്. പഠനത്തിന് ശേഷം ജോലി ലഭിച്ചെങ്കിലും അധികം നാൾ ആ ജോലിയിൽ തുടരാൻ സാധിച്ചില്ല. പിന്നീട് IELTS എഴുതുകയും ആദ്യ അവസരത്തിൽ തന്നെ നല്ല സ്കോറോടെ അവൾ പാസ്സാവുകയും ചെയ്തു. നല്ലൊരു തുക മുടക്കി മകളെ ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. 6 മാസത്തോളം അവിടെ നിന്നിട്ടും ജോലിയൊന്നും ലഭിച്ചില്ല. അവസാനം വിസ കാലാവധി തീർന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അത് ഞങ്ങളെ വളരെ വിഷമത്തിലാക്കി. അതിനിടയിൽ അവളുടെ ടീച്ചർ പറഞ്ഞതനുസരിച്ച് കലൂർ പള്ളിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അന്തോണിസ് മണിവാളിന്റെ മധ്യസ്ഥതയാൽ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ ഒരു അവസരം ലഭിച്ചു. കഴിഞ്ഞ ഡിസംബർ 11 അവൾ രണ്ടാമതും പോയത്. പക്ഷെ അവിടെ എത്തി 1 മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ശരിയാകാതിരുന്നതിനാൽ ഞങ്ങൾ 9 ചൊവ്വാഴ്ച വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കുകൊള്ളാമെന്ന് നേർന്നു. അന്തോണിസ് മണിവാളിന്റെ മധ്യസ്ഥതയാൽ 7ാമത്തെ ആഴ്ച ഇന്റർവ്യൂവിന് വിളിക്കുകയും 8ാമത്തെ ചൊവ്വാഴ്ച ജോലി ലഭിക്കുകയും 9ാമത്തെ ചൊവ്വാഴ്ച ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വിശുദ്ധ അന്തോണീസിന് 1000 നന്ദി. മൂവാറ്റുപുഴയിൽ നിന്നും ലിസി. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന് നന്ദിയുടെ 1000 വാടാമലരുകൾ അർപ്പിക്കുന്നു. വിശുദ്ധനിൽ നിന്നും എന്റെ കുടുംബത്തിന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുവാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ അമ്മയുടെ അനിയനെ ഏതാണ്ടും ഗുണ്ടകൾ ആളുമാറി ഉപദ്രവിച്ചു. ആ അപകടത്തിൽ അങ്കിളിന്റെ കൈക്ക് വെട്ടേറ്റു. കൈ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഞരമ്പുകൾക്കും എല്ലിനും വെട്ടേറ്റിരുന്നു. വെട്ടുകൊണ്ട് എല്ല് 2 കഷ്ണമായി. ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തുടർന്ന് ഓപ്പറേഷൻ നടത്തി. ഡിസ്ചാർജ് കഴിഞ്ഞ നാളുകളേറെയായിട്ടും കൈ അനക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്തിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. കൈയുടെ വേദന താങ്ങാവുന്നതിലധികമായിരുന്നു. അവസാനം എന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും അന്തോണിസ് മണിവാളിന്റെ നടയിൽ വന്ന് കൈ സുഖപ്പെടുത്തുന്നതിനായി കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോൾ എല്ലുകൾ തമ്മിൽ കൂടിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ എല്ലുകൾ തമ്മിൽ കൂടിച്ചേർന്നില്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരുമെന്ന് ഡോക്ടർ അറിയിച്ചു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു ഓപ്പറേഷൻ കൂടി നടത്തുവാൻ സാധിക്കുമായിരുന്നില്ല. 1 മാസത്തിനുള്ളിൽ എല്ലുകൾ കൂടിച്ചേരുവാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. അസാധ്യ കാര്യങ്ങൾ പോലും സാധിച്ചു തരുന്ന അന്തോണിസ് മണിവാളിന്റെ മധ്യസ്ഥതയാൽ കൈ സുഖപ്പെടുമെന്ന് ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ ഈ ആവശ്യം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. പൂമാല ചാർത്താമെന്നും മെഴുകുതിരി കത്തിക്കാമെന്നും കൃതജ്ഞതയിടാമെന്നും നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 1 മാസത്തിന് ശേഷം വീണ്ടും എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോൾ കൈയുടെ എല്ലുകൾ പൂർണ്ണമായും കൂടിച്ചേർന്നുവെന്ന് കണ്ടെത്തി. ഇപ്പോൾ കൈക്ക് വേദനയൊന്നുമില്ല. കൈ അനക്കുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ഓപ്പറേഷൻ ആവശ്യമില്ലെന്ന് ഡോക്ടർ അറിയിച്ചു. വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ സഹായത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ കലൂരിലെ വിശുദ്ധ അന്തോണീസ് മണിവാളിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. എന്റെ അനിയനും കുടുംബത്തിനും വേണ്ടിയാണ് ഞാൻ ഈ കൃതജ്ഞത എഴുതുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്നവർക്ക് 2013 അന്തോണീസ് മണിവാളിന്റെ തിരുനാൾ മുഴുക്കമായിട്ടുള്ള 9 ദിവസത്തെ നൊവേനയിലും കുർബാനയിലും സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി യാതൊരു മരുന്നോ ചികിത്സയോ കൂടാതെ അനിയത്തി ഗർഭിണിയാവുകയും ഏപ്രിൽ 11 2014 പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു. ഗർഭപാത്രത്തിന്റെ അകത്തും പുറത്തും ധാരാളം മുഴകൾ ഉണ്ടായിരുന്നിട്ടും യാതൊരു കുഴപ്പവും കൂടാതെ പൂർണ്ണ വളർച്ചയിൽ ആ കുഞ്ഞിനെ ഉണ്ണീശോയിൽ നിന്നും ഞങ്ങൾക്ക് തന്ന അന്തോണീസ് മണിവാളിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു എന്ന് എന്നെ വർഗീസ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും
മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകലാവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ ഓർക്കാം. പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഫിലോമിന സേവ്യർ, ജോഫ്രി, വിൻസെന്റ്, ഫിലോമിന വിൻസെന്റ്, ജോൺ, സിസ്റ്റർ അൻവിത, സിസ്റ്റർ യൂജൻ, മേരി ഫ്രാൻസിസ്, നാൻസി, ജഗതി ശ്രീകുമാർ, കെ എം റോയ്, മണികണ്ഠൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വിധേയയാകുന്ന ലത, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ഡയാലിസിസിന് വിധേയയാകുന്ന ദൃശ്യമോൾ, കേശവൻ, മഞ്ഞപ്പിത്തം ബാധിച്ച് കോമ സ്റ്റേജിൽ കഴിയുന്ന റോബർട്ട് മാത്യു, ലിവറിൽ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ജേക്കബ്, ബ്ലഡ് ക്യാൻസർ രോഗികളായ അലൻ, സാവ്യു, കോമ സ്റ്റേജിൽ കഴിയുന്ന ഷീല, തലയിലെ ട്യൂമർ മാറുന്നതിനായി പ്രാർത്ഥിക്കുന്ന ജെസ്സി ജോർജ്, ലിവർ സിറോസിസ് ബാധിച്ച ഡൊമിനിക്, 9ാം ക്ലാസ്സുകാരൻ ക്യാൻസർ രോഗിയായ സൗരഭ്, വ്യാഴാഴ്ച ഓപ്പറേഷന് വിധേയനാകുന്ന കിട്ടു, ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഐസിയുവിൽ കഴിയുന്ന കെ ഇ ജോസഫ്, ക്യാൻസർ രോഗിയായ സിബി, ആശുപത്രികളിലും വീടുകളിലും അപകടങ്ങളിൽപ്പെട്ടും പല വിധത്തിലുള്ള രോഗങ്ങളിലും ചികിത്സയിൽ കഴിയുന്ന എല്ലാവരെയും പ്രത്യേകമായി ഓർക്കാം. മാനസിക സ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ഭവനരഹിതരെയും തൊഴിൽ രഹിതരെയും സമർപ്പിക്കാം. സാമ്പത്തിക ബാധ്യത മൂലം നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സങ്ങളുള്ളവരെ ഓർക്കാം. നാട്ടിലും വിദേശത്തുമായി ജോലിക്കായി വിസയ്ക്കായി കാത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെ, പ്രത്യേകിച്ച് മദ്യപാനികളെ സമർപ്പിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർക്കാം. ഗർഭിണികളായിട്ടുള്ളവരെയും അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിതക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ
ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവ്വപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിള സമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയരുള്ളമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമകളായിരിക്കുന്നവർക്ക് ആ ബന്ധനങ്ങളിൽ മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന ബലത്താലും ധന്യനാക്കുന്നതിനങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താലേ വിശുദ്ധന്റെ മധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കുഞ്ഞാടെ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഭജനഗീതി കേൾക്കാം. ആവർത്തിച്ച് പാടാം. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സുഖനായവനേ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവനായവനേ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. 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 ഹല്ലേലൂയ ആമേൻ. ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ശാന്തമായിട്ടിരിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 6-ാം തിരുവചനം. യാക്കൂബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ഉദ്ധിതനായ ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവർ, പെസഹ വാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്ന് തിരുസഭാ മാതാവ് CNIയിലെ വിശുദ്ധ കാതറിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഇക്കൂട്ടത്തിൽ കാതറിൻ, കത്രീന എന്നു പേരുള്ളവരെ പ്രത്യേകം നാമഹേതുക തിരുനാൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇക്കൂട്ടത്തിൽ ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു. കൊച്ചിയുടെ പാതുവയാണ് ഈ നൊവേന കേന്ദ്രം. ഈ നൊവേന കേന്ദ്രത്തിൽ വരുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു 6-ാം മണിക്കൂറും 7-ാം മണിക്കൂറും 10-ാം മണിക്കൂറും 11-ാം മണിക്കൂറും ഉണ്ടാവണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ മണിക്കൂറുകൾ സുവിശേഷത്തിലെ 4 സംഭവങ്ങളാണ്. ഒരു 6-ാം മണിക്കൂറിന്റെ അനുഭവമാണ് നമുക്കിവിടെ ആദ്യം ഉണ്ടാകേണ്ടത്. പശ്ചാത്തലം സിക്കാർ പട്ടണത്തിലെ യാക്കൂബിന്റെ കിണറാണ്. യാക്കൂബ് ജോസഫിന് കൊടുത്ത കിണറാണ്. യേശു ഒരു ദിവസം നട്ടുച്ച നേരത്ത് ആ കിണറിന്റെ തീരെ വന്നിരുന്നു. ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കാൻ പോയിരുന്നു. ആ സമയത്ത് സമറിയക്കാരി കടന്നു വരികയാണ്. ദാഹിച്ച ഈശോ അവളോട് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ച ഈശോയോട് തർക്കിക്കുകയാണ്. ഞാനൊരു സമറിയക്കാരി, നീയൊരു യഹൂദൻ,
നിനക്ക് നാണമില്ല, ലജ്ജയില്ല. ലജ്ജയില്ലാത്തവനാണ് കർത്താവ്. ഭൂമിയോടും താഴുന്നവനാണ് കർത്താവ്. കർത്താവ് അവളോട് പറഞ്ഞു, നീ തരുന്ന വെള്ളം കുടിച്ചാൽ ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ദാഹിക്കില്ല. അവൾ വീണ്ടും തർക്കുത്തരം പറഞ്ഞു, കയറുമില്ല, പാളയുമില്ല, പിന്നെ നീ എങ്ങനെ വെള്ളം കോരും? ഈശോ പറയുമ്പോൾ അവൾ ചോദിക്കുന്നു, യാക്കോബിനേക്കാൾ, ഈ കിണർ തന്നവനേക്കാൾ വലുതാണോ നീ? ഈശോ പറഞ്ഞു, അതെ, ഞാൻ തരുന്ന വെള്ളം ജീവന്റെ ജലമാണ്. അപ്പോൾ അവൾ അല്പം താഴ്ന്നിട്ട് ചോദിച്ചു, ആ ജലം എനിക്ക് തരണം. അപ്പോൾ ഈശോ പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവൾ ഈശോയോട് ഒരു കള്ളക്കുമ്പസാരം നടത്തി, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നിനക്കിതിനു മുൻപ് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. അവളുടെ രഹസ്യം, ഹൃദയ രഹസ്യം, ആരോടും പറയാതെ ഒളിപ്പിച്ചു വച്ചിരുന്ന വലിയ രഹസ്യം ഈശോ പരസ്യമായി പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് സാധാരണ വ്യക്തിയല്ല, ഇതൊരു പ്രവാചകനാണ്. കുടം വച്ച് അവൾ കീഴടങ്ങി. അവൾ യേശുവിനെ അനുഭവിച്ചു. അതൊരു 6-ാം മണിക്കൂറാണ്. ഈ നൊവേന കേന്ദ്രത്തിൽ വന്നിട്ടുള്ള നമുക്കൊക്കെ ഒരു 6-ാം മണിക്കൂർ ഉണ്ടാകണമെങ്കിൽ യാക്കോബിന്റെ കിണറാണ് കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട്ടിൽ പോയി ഒന്നും മറച്ചു വയ്ക്കാതെ നമുക്കുള്ള 5 ഭർത്താക്കന്മാരെയും ഇപ്പോഴുള്ള ഭർത്താവിനെ ഒന്ന് വെളിപ്പെടുത്തണം. എന്താണ് ഈ 5 ഭർത്താക്കന്മാർ? 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് 5 ഭർത്താക്കന്മാർ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാക്കുകൊണ്ട്, തൊക്കുകൊണ്ട്, വാക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റ്. അതാണ് 5 ഭർത്താക്കന്മാരെന്ന് ഈശോ ഉദ്ദേശിച്ചത്. നമ്മുടെ തെറ്റുകളെല്ലാം ഇന്ന് ഈ ആധുനിക ലോകത്തിൽ വരുന്നത് കണ്ണുകൊണ്ടാണ്. മൊബൈൽ ഫോൺ, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, ഇങ്ങനെ പോകുന്നു. വേണ്ടാത്ത വെബ്സൈറ്റിലേക്ക് പോയി കാണാൻ പാടുന്നത് കാണുന്നത് നീ 6-ാം പ്രമാണം ലംഘിക്കുക. പറയാൻ പാടില്ലാത്ത പറഞ്ഞുകൊണ്ട് പരദൂഷണ, അപവാദം, ഏഷണി കൊണ്ട് എത്രയോ വ്യക്തികളുടെ സൽപ്പേര്, വിവാഹ തടസ്സം, ജോലി തടസ്സം നീ മരവിപ്പിച്ചു കളഞ്ഞു. എത്രയോ വ്യക്തികൾ ആത്മഹത്യ ചെയ്തു. എത്രയോ വ്യക്തികൾ നശിച്ചുപോയി. വീണ്ടും നിന്റെ സ്പർശനം കൊണ്ട് എന്തെല്ലാം തെറ്റുകളാണ് നീ ചെയ്തിട്ടുള്ളത്? അതൊക്കെയാണ് നിന്റെ 5 ഭർത്താക്കന്മാർ. ഇനി ഇപ്പോഴുണ്ടല്ലോ നിന്റെ മനസ്സാക്ഷി ഇല്ലാതെയൊക്കെ പെരുമാറുക, പലതും ചെയ്യുക, അപ്പനെ അമ്മനെയൊക്കെ മറന്നു പോവുക. ഇതാണ് 5 ഭർത്താവും ഇപ്പോഴുള്ള ഭർത്താവും. ഇത് നീ എന്ന് ഏറ്റുപറയുന്നു, അന്ന് നിനക്ക് മനഃശാന്തി, സ്വസ്ഥതകൾ ലഭിക്കും. അതാണ് 6-ാം മണിക്കൂർ. ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം, സമാധാനം, രക്ഷയാണ് 6-ാം മണിക്കൂർ. സെയിന്റ് ആന്റണിയുടെ ജീവിതത്തിലേക്ക് പോകാം. സെയിന്റ് ആന്റണി യാക്കോബിന്റെ കിണറിന്റെ തീരത്തിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ കുമ്പസാരക്കൂട്ടിലിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, അവൻ തെറ്റ് മുഴുവനും ചെയ്തു, പറയാൻ സാധിക്കുന്നില്ല, തൊണ്ട ഇടറുന്നു, പതറുന്നു. അന്തോണീസ് പറഞ്ഞു, നീ പോയി എല്ലാം എഴുതിക്കൊണ്ടുവാ. അവൻ എല്ലാം എഴുതിക്കൊണ്ടുവന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ എഴുതിയത് വായിച്ചപ്പോൾ എഴുതിയതെല്ലാം മാഞ്ഞു പോവുകയാണ്. ചെയ്ത ഘോരമായ തെറ്റുകളെല്ലാം മാഞ്ഞു പോവുകയാണ്. ഒടുവിൽ സെയിന്റ് ആന്റണിയുടെ മുൻപിൽ അവൻ കരഞ്ഞപ്പോൾ സെയിന്റ് ആന്റണി പറഞ്ഞു, ഇതാണ് കുമ്പസാരക്കൂട്, ഇത് യാക്കോബിന്റെ കിണറാ, ഇത് നിനക്ക് 6-ാം മണിക്കൂറാണ്. അവൻ ശാന്തമായി, അവൻ സമാധാനം അനുഭവിച്ചു കടന്നുപോയി. കഴിഞ്ഞ അവസാനത്തെ ചൊവ്വാഴ്ച ഞാൻ ഇന്ന് ഓർക്കുന്നു, വലിയ ക്യൂ ആയിരുന്നു കുമ്പസാരിക്കാൻ. ഞാൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു യുവാവ് എന്നെ വിളിച്ചു, അച്ഛ. അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, അച്ഛ, ഇവിടെ അവിചാരിതമായിട്ട് വന്നതാണ്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അവനിരുന്നു. എനിക്കൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവണം. വാസ്തവത്തിൽ അവൻ ഏതാണ്ട് 15 മിനിറ്റ് കുമ്പസാരിച്ച് കടന്നുപോയി. സമറിയക്കാരിയെ പോലെ. അവനതൊരു 6-ാം മണിക്കൂറായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും നിങ്ങളുടെ തടസ്സം മാറണോ? പോകുക യാക്കോബിന്റെ കിണറിലേക്ക്. അവിടെ ചെന്ന് നിന്റെ 5 ഭർത്താക്കന്മാരെയും ഇപ്പോൾ ഉള്ള ഭർത്താവിനെയും കർത്താവിന്റെ അടുക്കൽ ഏറ്റുപറഞ്ഞ് അടിയറ വയ്ക്കുക. നീ സൗഖ്യം പ്രാപിക്കും. നിന്റെ വിവാഹ തടസ്സം മാറും, നിന്റെ ജോലി തടസ്സം മാറും, കുടുംബത്തിന്റെ പല കെടുതികളും മാറും. ഇനി നിനക്കൊരു 7-ാം മണിക്കൂർ ഉണ്ടാവണം. അതാണ് രാജസേവകൻ. ഗലീലയിലേക്ക് ഈശോ കടന്നു വന്നു. കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചു. അത് കേൾക്കാനിടയായ രാജസേവകൻ വന്ന് കർത്താവിനോട് പറയുക, എന്റെ മകൻ പനി പിടിച്ചു കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുകയാണ്, വന്ന് സുഖപ്പെടുത്തണേ. ഈശോ പറഞ്ഞു, ധൈര്യമായിട്ട് പോകും, നിന്റെ മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. അയാൾ വിശ്വസിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പോകുന്ന വഴി വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഇനി ശല്യപ്പെടുത്തേണ്ട, മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. ചോദിച്ചു, ഏത് സമയത്താണ്? 7-ാം മണിക്കൂർ. യേശുവിനെ സമീപിച്ച് പ്രാർത്ഥിച്ച ആ മണിക്കൂറിൽ സുഖം പ്രാപിച്ചു. അതെ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട്.
നമ്മളും വിശ്വാസത്തോടെ ഈ രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ, കാനാൻകാരികളെ പ്രാർത്ഥിച്ചാൽ അകലങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോ അവരെവിടെയായിരുന്നാലും, വിദേശത്തായിരുന്നാലും, വീട്ടിലായിരുന്നാലും, ആസ്പത്രിയിലായിരുന്നാലും എന്ത് അസുഖമാണെങ്കിലും സുഖം പ്രാപിക്കും. ഓർക്കുന്നുണ്ടാവോ, ഒരു ട്രീസ എന്ന് പറയുന്ന ഒരു അമ്മച്ചിക്ക് വേണ്ടി നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2 അനുജത്തിമാർ ഇവിടെ വന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരുന്ന് ഇവിടെ എഴുതി കൊടുത്ത് പ്രാർത്ഥിച്ചതാണ്. ലണ്ടനിലാ, വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാ, മരിച്ചു പോകുന്ന വിധി എഴുതിയതാ, അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ വന്ന് സെയിന്റ് ആനിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അവരും പ്രാർത്ഥിച്ചു, കർത്താവ് പ്രവർത്തിച്ചു. അന്ന് രാത്രി ഈ വെന്റിലേറ്ററിൽ കിടന്നിരുന്ന സ്ത്രീയുടെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ പ്രാർത്ഥിച്ച മണിക്കൂറിൽ എന്റെ ഭാര്യയെ സ്പർശിച്ചു. ഭാര്യ കണ്ണു തുറന്ന് ബൈസ്റ്റാൻഡറായിട്ടുള്ള നേഴ്സുകാർ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? പറഞ്ഞു, ആരും തൊട്ടില്ല, ആരും എന്നെ സ്പർശിച്ചു. ആരാ സ്പർശിച്ചത്? യേശുവാണ് സ്പർശിച്ചത്. അപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 7-ാം മണിക്കൂറിന്റെ അനുഭവം, സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാകും. അടുത്തതൊരു 10-ാം മണിക്കൂറാണ്. 10-ാം മണിക്കൂർ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവമാണ്. 2 ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ വന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? വന്നു കാണുക. അങ്ങനെ ഈശോയുടെ കൂടെ ഇരുന്നു. അത് 10-ാം മണിക്കൂറായിരുന്നു. നമ്മൾ ഒരുപാട് അകലങ്ങളിൽ നിന്നും ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഈ മണിക്കൂർ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ മണിക്കൂർ ഒരു 10-ാം മണിക്കൂറാണ്. എന്തിന്റെ മണിക്കൂർ? 10-ാം മണിക്കൂർ. എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ നിയോഗം എന്താണ്? ഇവിടെ ആയിരിക്കുന്ന ഈ മണിക്കൂർ ഉണ്ടല്ലോ, ഇത് ഒരു 10-ാം മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു മിശിഹ അനുഭവം. ഇത് ശീലോഹ കുളമാണ്, ഇത് ബെത്സയിദ കുളമാണ്, ഇത് യോർദനാൻ നദിയാണ്. യോർദനാനിൽ 7 വട്ടം മുങ്ങിക്കുളിച്ച നാമാൻ സുഖം പ്രാപിച്ചു. ശീലോഹായിൽ കണ്ണു കഴുകിയവൻ സുഖം പ്രാപിച്ചു. 38 വർഷം കാത്തുകിടന്നവനെ കർത്താവ് സുഖപ്പെടുത്തിയതുപോലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടുള്ള നമുക്ക് സൗഖ്യത്തിന്റെ 10-ാം മണിക്കൂറാണ്. എ ജീസസ് എക്സ്പീരിയൻസ്, മെസ്സയാനിക് എക്സ്പീരിയൻസ്, സൊറ്റീരിയോളജിക്കൽ എക്സ്പീരിയൻസ്, ക്രിസ്റ്റലോജിക്കൽ എക്സ്പീരിയൻസ്. ഒരു ക്രിസ്തു അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം നമുക്കുണ്ടാവണം. അവസാനമായി ഒരു 11-ാം മണിക്കൂർ. ജോലിക്ക് ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ചില ആൾക്കാർ 3-ാം മണിക്കൂറിൽ വന്നു, ചിലർ 6, 9, ഒരാള് 11-ാം മണിക്കൂറിൽ വന്നു. അവനും കൊടുത്തു 1 ദിനാറ്. ഒരുപക്ഷെ സാഹചര്യമായിരിക്കാം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഈ ക്രൗഡ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നത്. 1 മിനിറ്റായിരിക്കും നിങ്ങൾ ഇവിടെ വന്നിരുന്നത്, ഒരു 5 മിനിറ്റായിരിക്കും. പക്ഷെ നിങ്ങൾക്കും കിട്ടും 1 ദിനാർ. 3-ാം മണിക്കൂർ വന്നവനും കിട്ടി, 11-ാം മണിക്കൂർ വന്നവനും കിട്ടി. കാരണം 11-ാം മണിക്കൂർ വന്നവന് അവൻ ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തവനാണ്. നമുക്ക് ഒരൊറ്റ സെക്കൻഡ് മതി കർത്താവിന്റെ ദിനാറ് കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കണം. വാസ്തവത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതി വന്നതാണ് ഒരു മനുഷ്യൻ. ഒരിക്കലും ഇങ്ങോട്ട് കടന്നു പോകാത്തൊരു മനുഷ്യനാണ്. പക്ഷേ കടക്കലി കൊണ്ട് പൊറുതിമുട്ടിയ ആ മനുഷ്യൻ ഇവിടെ വന്നത് അയാൾക്ക് 11-ാം മണിക്കൂറായിരുന്നു. ഇപ്പോഴും ആ മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ പറയും, അച്ഛാ, മരിക്കാൻ കരുതി വന്നതാണ്, സാഹചര്യമാണ് ഇവിടെ കൊണ്ടുവന്നത്. അന്ന് ഇവിടെ പറഞ്ഞ 37-ാം സങ്കീർത്തനമാണ് എന്നെ സ്പർശിച്ചതും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തു. എനിക്ക് ഒരു 1/2 കോടി കടമുണ്ടായി, ഇന്ന് ഞാൻ ഫ്രീ ആയെന്ന്. 37-ാം സങ്കീർത്തനം. നിന്റെ പ്രശ്നങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിക്കുക, നീ വിസ്മയം കാണും. അതിനാൽ പറഞ്ഞ സന്ദേശങ്ങൾ മണിക്കൂറുകളുടെ സന്ദേശമാണ്. നിങ്ങൾക്ക് അല്ല, നമുക്കിതൊരു 6-ാം മണിക്കൂറാവട്ടെ. നല്ല കുമ്പസാരത്തിലൂടെ വിടുതൽ പ്രാപിക്കേണ്ട 6-ാം മണിക്കൂർ. ഇതൊരു 7-ാം മണിക്കൂറാകട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ സ്പർശിക്കുവാനുള്ള 7-ാം മണിക്കൂർ. ഇത് ഒരു 10-ാം മണിക്കൂറാവട്ടെ. ഇവിടെ ആയിരുന്നു കൊണ്ട് കർത്താവിനെ അനുഭവിക്കുന്ന സൗഖ്യത്തിന്റെ സമൃദ്ധിയുടെ മണിക്കൂറാവട്ടെ. ഇതൊരു 11-ാം മണിക്കൂറാവട്ടെ. ആയിരിക്കുന്ന നിമിഷം വലിയ കൃപയുടേതായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു 6-ാം മണിക്കൂറിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സമറിയാക്കാരിയുടെ ഹൃദയരഹസ്യം വെളിപ്പെടുത്തിയ ഈശോയെ, ഈ അൾത്താരയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എന്നെ പൂർണ്ണമായി അറിയുന്ന ഈശോയെ, എന്നെ തന്നെ പൂർണ്ണമായി നൽകുന്നു. നല്ലൊരു കുമ്പസാരം നടത്തി എന്റെ 5 ഭർത്താക്കന്മാരെയും ഇപ്പോഴുള്ള ഭർത്താവിനെയും യാക്കോബിന്റെ കിണറാകുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് അടിയറ വയ്ക്കുവാനുള്ള ശക്തി, ധൈര്യം എനിക്ക് തരണമേ ഈശോയെ. അവിടെ നിന്ന് ഇതൊരു 7-ാം മണിക്കൂറാക്കി മാറ്റണമേ. എന്റെ
കുടുംബത്തിലുള്ള അംഗങ്ങൾ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, അപ്പൻ, അമ്മ, മക്കൾ, മരുമക്കൾ ഒക്കെ രോഗികളായി കഴിയുന്നു, മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, തെറ്റായ പ്രണയത്തിലൂടെ കടന്നു പോകുന്നു, അവർ സുഖമില്ലാതായിരിക്കുന്നു. ദൈവമേ, അവരെ സ്പർശിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇത് നമുക്ക് ഒരു 10 മണിക്കൂർ ആവട്ടെ. ഈശോയെ, ഇന്നത്തെ നൊവേനയിലും ആരാധനയിലും കുർബാനയിലും പങ്കെടുത്തു കഴിയുമ്പോൾ ആ ശിഷ്യന്മാർക്കുണ്ടായ മിശിഹ അനുഭവം, രക്ഷയുടെ അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം, ദൗത്യത്തിന്റെ അനുഭവം, സൗഖ്യത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, ഇതൊരു 11 മണിക്കൂർ അനുഭവമാക്കി മാറ്റണമേ. ഒരുപക്ഷെ കഴിഞ്ഞ പല ആഴ്ചകളിലായി ഇവിടെ വരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ട് കടന്നു വന്ന ഞങ്ങൾക്കും അവിടെ നൽകുന്ന ഒരേ കൃപയാണല്ലോ ഈശോയെ. 3-ാം മണിക്കൂർ വന്നവനും 9-ാം മണിക്കൂർ വന്നവനും 11-ാം മണിക്കൂർ വന്നവനും അവിടുന്ന് പക്ഷാഭേദമില്ലാതെ ഒറ്റ ദിനാറ് കൊടുത്ത തമ്പുരാന്റെ കൃപയുടെ മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. നമുക്കെല്ലാം സമർപ്പിക്കാം. സൗഖ്യദായകനായ ഈശോയെ, വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയെ, തിരുവൈദ്യനായ ഈശോയെ, ഇന്ന് രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ രോഗികളെയും, രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. മെഡിക്കൽ കോളേജ്, ആസ്പത്രി, ഡിസ്പെൻസറി, മെഡിക്കൽ ലാബുകൾ, ലബോറട്ടറികൾ, മെഡിക്കൽ ഷോപ്പ്, BDS, BPharm, MBBSനും MD ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന സർജൻസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തുന്ന ചികിത്സകൾ, സർജറികൾ എല്ലാം സമർപ്പിക്കാം. ഇക്കൂട്ടത്തിൽ രോഗികളായ ഒട്ടനവധി വ്യക്തികൾ വന്നിട്ടുണ്ട്. ദൈവമേ, ശക്തമായ തലവേദന, അപകടത്തിൽപ്പെട്ട അബോധാവസ്ഥയിൽ കഴിയുന്നവർ, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, തുമ്മല്, ജലദോഷം, ഡസ്റ്റ് അലർജി, തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ, തണ്ടലുവേദന, നടുവേദന, പലവിധത്തിലുള്ള സിസ്റ്റ്, ഫൈബ്രോയിഡ്, തടിപ്പുള്ള മക്കൾ, ബ്രസ്റ്റ് ക്യാൻസർ, ബോൺ ക്യാൻസർ, യൂട്രസ് ക്യാൻസർ ഉള്ള വ്യക്തികൾ, ഹൃദയാഘാതം എന്ന വ്യക്തികൾ, ഹൃദ്രോഗികളായ വ്യക്തികൾ, വൃക്ക സംബന്ധമായ, കിഡ്നി സംബന്ധമായ, പാൻക്രിയാസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള വ്യക്തികൾ, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ വ്യക്തികൾ, ചെറുകുടലിലും വൻകുടലിലും ഒക്കെ പലവിധത്തിലുള്ള അസുഖങ്ങൾ, കരൾ സംബന്ധമായ, ഹൃദയ സംബന്ധമായ, ശ്വാസകോശ സംബന്ധമായ, ആമാശയ സംബന്ധമായ, കുടൽ സംബന്ധമായ അസുഖങ്ങളുള്ള വ്യക്തികൾ, മഞ്ഞപ്പിത്തം, പലവിധത്തിലുള്ള പനി ബാധിച്ചിട്ടുള്ള വ്യക്തികൾ, ശ്വാസം മുട്ടലുള്ള വ്യക്തികൾ, എല്ലാ മേഖലകളെയും സമർപ്പിച്ച് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഗർഭിണികളായ സഹോദരിമാരെയും ഗർഭപാത്ര സംബന്ധമായ ദാമ്പത്യ കുറവുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല വിവാഹക്കാര്യവും വന്നിട്ട് ഒന്നും ശാശ്വതമാകുന്നില്ല. വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കളെ പ്രത്യേകം ഓർക്കുന്നു. ഈ ദിവസങ്ങളിൽ വിവാഹിതരാകുന്നവരെയും ഓർക്കാം. പല വിധത്തിലുള്ള തൊഴിലുകളിൽ വ്യാപൃതരായിട്ടുള്ളവർ, സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ, കൂലിപ്പണി, അതുപോലെ തന്നെ ഗവൺമെന്റ് മേഖലകളിലും പ്രൈവറ്റ് മേഖലകളിലും ജോലി ചെയ്യുന്നവർ, കച്ചവടം, ബിസിനസ് നടത്തുന്നവർ, കൃഷി നടത്തുന്നവർ, ആഴക്കടലിൽ ജോലി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന. ഈ ദിവസങ്ങളിൽ എൻട്രൻസ് നടക്കുകയാണ്. നാഷണൽ ലെവലില്, ഓൾ ഇന്ത്യ ലെവലില് എഞ്ചിനീയറിംഗിന് MBBSന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ് എന്നും ലൂക്ക് എന്നും പറയുന്ന മക്കൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകസ്ഥരായിട്ട് കഴിയുന്ന, അംഗവൈകല്യമുള്ളവർ, മന്ദബുദ്ധികളായിട്ടുള്ള വ്യക്തികൾ, ഓട്ടിസമുള്ള വ്യക്തികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ടീച്ചേഴ്സിനെ വളരെ സ്നേഹത്തോടെ ഓർക്കാം. പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നു, നല്ല വിജയം ലഭിച്ചവർ അഭിനന്ദിക്കുന്നു. അവർക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ് പ്രാർത്ഥിക്കുക. വിധവകളായിട്ടുള്ളവർക്ക് വേണ്ടി, വിഭാര്യരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുക്കളയിൽ നമുക്കായി ഭക്ഷണം ഒരുക്കുന്നവർ, ഗാനങ്ങൾ ആലപിക്കുന്നവർ, അൾത്താര ശുശ്രൂഷ ചെയ്യുന്നവർ, ഇവിടെ പല വിധത്തിലുള്ള വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങൾ, അനുരഞ്ജന കൂദാശ പരികർമ്മം ചെയ്യുന്ന വൈദികർ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ തീർത്ഥാടകരുടെയും പ്രത്യേക നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നിന്നുകൊണ്ട് തന്നെ അനുഗ്രഹ സൗഖ്യ ആശീർവാദം സ്വീകരിക്കാം.
ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആർക്കൊക്കെയായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരെയും ഓർക്കുക. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓർക്കുന്ന എല്ലാവരെയും സ്പർശിക്കണമേ. ക്ലേശിതരും രോഗികളും നിസ്സഹായരുമായ ഞങ്ങൾ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ നിൽക്കുന്നത് അങ്ങ് കാണുന്നുവല്ലോ. ഞങ്ങൾ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിക്കാനിടയാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് അണയുകയും എത്തി നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനവും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
Thank you.